വളരെ ചെറുതായ ജീവികൾക്കായി മാത്രമുള്ള ഒരു ലോകം. ഒരു അരിമണിയോളം മാത്രമുള്ള ഈ 5 മനുഷ്യർ ഇന്ന് കടന്നുപോകുന്നത് ഒരു സാധാരണ യാത്രയല്ല. അവർക്കു മുന്നിലുള്ള ഓരോ പുല്ലിനിലയും ഒരു കാടാണ്. ഓരോ തുള്ളി വെള്ളവും ഒരു സമുദ്രമാണ്. മനുഷ്യർക്കൊരു സാധാരണ കാട്, ഇവർക്കുള്ളത് ഒരു അജ്ഞാത സാമ്രാജ്യമാണ്. ഇവിടെ ഓരോ ചുവടും ഒരു പരീക്ഷണം, ഓരോ ശബ്ദവും ഒരു മുന്നറിയിപ്പ്. കാരണം ഈ ലോകത്ത് അവർ ഏറ്റവും ചെറിയ ജീവികളാണ്. വലുപ്പം അവരുടെ ശത്രുവല്ലായിരുന്നു. കാരണം ചെറിയ ശരീരത്തിനുള്ളിൽ വലിയ ധൈര്യമുണ്ടായിരുന്നു. അവരുടെ ഓരോ യാത്രയും അവരെ കൂടുതൽ ശക്തരാക്കി. ഈ ലോകത്ത് ചെറിയതും വലുതും എന്ന വ്യത്യാസം മാറിപ്പോകുന്നു. ഒരു ചെറിയ ജീവി പോലും ഇവിടെ ഒരു ഭീമനാണ്. പ്രകൃതി പലപ്പോഴും അപകടത്തിനു മുമ്പ് ഒരു അടയാളം നൽകും. ആ നിശബ്ദത ഒരു വലിയ സംഭവത്തിൻ്റെ തുടക്കമായിരുന്നു. അവരുടെ മുന്നിൽ വന്നത് ഒരു സാധാരണ ജീവിയല്ലായിരുന്നു. കാടിൻ്റെ ശക്തി മുഴുവൻ ശരീരത്തിൽ ഒളിപ്പിച്ച ഒരു ഭീമൻ, ഒരു മഹാസർപ്പം. ഒരു നിമിഷം കൊണ്ട് അവരുടെ ലോകം മാറി. അവർ വേട്ടക്കാരല്ലായിരുന്നു, അവർ ഇനി അതിജീവിക്കേണ്ട യാത്രക്കാരായിരുന്നു. ആ ഭീമന്റെ ഓരോ ചലനവും ഭൂമിയെ മാറ്റിമറിച്ചു. അവർക്കായി ഒരു സാധാരണ ചലനം പോലും ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. ചിലപ്പോൾ ധൈര്യമെന്നത് ഓടുന്നതല്ല, ശരിയായ സമയം വരെ കാത്തിരിക്കാനുള്ള കഴിവാണ്. ഒരു ഭീമന്റെ ചെറിയൊരു നീക്കം പോലും ഇവരുടെ ലോകത്ത് ഒരു കൊടുങ്കാറ്റായി മാറി. അവർ വീണ്ടും രക്ഷപ്പെട്ടു. പക്ഷേ ഈ കാട് ഇനിയും നിരവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരുന്നു. അവർ മനസ്സിലാക്കി, ഈ കാട് അവരുടെ ശത്രുവല്ല, ഇതവരുടെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. കാരണം ഏറ്റവും ചെറിയ യാത്രക്കാരാണ് പലപ്പോഴും ഏറ്റവും വലിയ കഥകൾ എഴുതുന്നത്. സുരക്ഷിതമായ ഇടം പിന്നിട്ട് അവർ വീണ്ടും യാത്ര തുടങ്ങി. കാരണം ജീവിച്ചിരിക്കുന്നവർ മുന്നോട്ടു പോകണം. അറിയാത്ത വഴികളിലാണ് പലപ്പോഴും പുതിയ അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഈ കാട്ടിൽ വഴികളില്ലായിരുന്നു. ഓരോ വളവും ഒരു രഹസ്യം, ഓരോ നിഴലും ഒരു മുന്നറിയിപ്പ്. ചിലപ്പോൾ അപകടം കാണാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ അടയാളങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അവരൊഴിവാക്കാൻ ശ്രമിച്ച ഭീമൻ വീണ്ടും മുന്നിലെത്തി. എന്നാൽ ഇത്തവണ അവർ ഭയപ്പെട്ടില്ല. അവർ പഠിച്ചിരുന്നു, ശക്തിയില്ലാത്തവർക്ക് മറ്റൊരു ശക്തിയുണ്ട്. അത് ചിന്തിക്കാനുള്ള കഴിവാണ്. അതാണ് അവരുടെ യഥാർത്ഥ ആയുധം. പ്രകൃതി തന്നെ ചിലപ്പോൾ വഴികൾ തുറക്കും. അത് തിരിച്ചറിയുന്നവരാണ് മുന്നോട്ടു പോകുന്നത്. ഒരു നിമിഷം മാത്രം ലഭിച്ച അവസരം. അവർ ഓരോ ചുവടും വിജയത്തിലേക്കുള്ള ശ്രമമാക്കി മാറ്റി. വലിയ ലോകത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വെല്ലുവിളികളാവും. പക്ഷേ ഓരോ വെല്ലുവിളിയും അവരെ കൂടുതൽ പഠിപ്പിച്ചു. ജീവിതത്തിൽ വലിയ പാലങ്ങൾ എല്ലായ്പ്പോഴും ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ചെറിയ അവസരമാണ് നമ്മെ മറുവശത്തേക്ക് എത്തിക്കുന്നത്. അവരിനി ഭയത്തോടെ നോക്കുന്നില്ല. അവർ മനസ്സിലാക്കി, പ്രകൃതിയെ നേരിടേണ്ടത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. യാത്രയിൽ വിശ്രമവും ഒരു ഭാഗമാണ്. കാരണം അടുത്ത പരീക്ഷണത്തിനായി ശക്തി ശേഖരിക്കണം. ഓരോ വിജയത്തിനും ശേഷം ഒരു പുതിയ പരീക്ഷണം വരും. അവരുടെ മുന്നിൽ ഇപ്പോൾ മറ്റൊരു തടസ്സം. പക്ഷേ ഈ ചെറിയ യാത്രക്കാർ ഇനി പഴയവരല്ലായിരുന്നു. അവരുടെ മുന്നിൽ ഒരു പുതിയ മതിൽ. ഒരു മനുഷ്യന്റെ കയ്യിലുള്ള ചെറിയ തടസ്സം പോലും ഇവർക്കൊരു പർവ്വതമായിരുന്നു. പക്ഷേ അവർ നിൽക്കാൻ പഠിച്ചിരുന്നില്ല. വലിയ വഴികൾ അടഞ്ഞപ്പോൾ ചെറിയൊരു വഴി അവരുടെ പ്രതീക്ഷയായി മാറി. അറിയാത്ത വഴികളിലൂടെ നടക്കുന്നത് എളുപ്പമല്ല. പക്ഷേ ധൈര്യമുള്ളവർക്ക് ഇരുട്ടിലും വഴി കണ്ടെത്താം. പുതിയ വഴി തുറന്നു. പക്ഷേ പുതിയ പരീക്ഷണവും ഒപ്പം വന്നു. അവർ മനസ്സിലാക്കി, എല്ലാ ഭീമന്മാരും അപകടമല്ല. ചിലപ്പോൾ പ്രകൃതിയെ മനസ്സിലാക്കുകയാണ് രക്ഷയുടെ വഴി. അവസരം ഒരിക്കലും കാത്തിരിക്കില്ല. അത് വന്നാൽ ധൈര്യത്തോടെ ഉപയോഗിക്കണം.
ഒരു ചുവട്, പിന്നെ മറ്റൊരു ചുവട്. അവരുടെ ഓരോ ശ്രമവും അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഈ ലോകത്ത് ചെറിയ ജീവികൾക്കെല്ലാം വലുതാണ്. ഒരില പോലും ഇവിടെ ഒരു മല പോലെയാണ്. ഒറ്റയ്ക്ക് അവർ ദുർബലരാണ്. പക്ഷേ ഒരുമിച്ചാൽ അവർക്ക് അസാധ്യമായതും സാധ്യമാകും. ഓരോ ഉയരവും ഒരു പുതിയ കാഴ്ച നൽകും. ഓരോ വെല്ലുവിളിയും അവരെ കൂടുതൽ ശക്തരാക്കും. എത്ര ഇരുണ്ടുവഴിയാണെങ്കിലും അവസാനം പ്രകാശം കാത്തിരിക്കും. അവരിപ്പോൾ പുതിയൊരു പ്രതീക്ഷ കണ്ടു. അവരപകടത്തെ തോൽപ്പിച്ചില്ല. അവരതിനെ മനസ്സിലാക്കി. ഇനി മുന്നിലുള്ള യാത്രയാണ് അവരുടെ ഏറ്റവും വലിയ കഥ. ഒരു അരിമണിയോളം മാത്രം വലുപ്പമുള്ളവർ, പക്ഷേ അവർ കണ്ട ലോകം അതിരുകളില്ലാത്തതായിരുന്നു. ചെറിയ ശരീരങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാകാം. വിജയത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും പരീക്ഷണങ്ങൾ അവസാനിക്കില്ല. കാരണം യാത്രയുടെ യഥാർത്ഥ അർത്ഥം മുന്നോട്ടു പോകുന്നതിലാണ്. ഓരോ ചുവടും ശ്രദ്ധയോടെ. ഒരു ചെറിയ പിഴവ് പോലും വലിയ അപകടമാകാം. എന്നാൽ ഒരുമിച്ച് അവർ മുന്നോട്ട് നീങ്ങി. അവരുടെ യാത്രയുടെ തുടക്കത്തിൽ ഭയമായിരുന്ന ആ ജീവി ഇപ്പോൾ അവർക്ക് പ്രകൃതിയുടെ മറ്റൊരത്ഭുതമായി തോന്നി. പ്രകൃതിയെ ജയിക്കേണ്ടതില്ല, അത് മനസ്സിലാക്കണം. കാരണം എല്ലാ ജീവികൾക്കും ഈ ലോകത്തിൽ സ്വന്തം സ്ഥാനമുണ്ട്. ഒരിക്കൽ ഭയപ്പെടുത്തിയ നിഴൽ ഇപ്പോൾ ഒരു ഓർമ്മയായി മാറി. ഓരോ അനുഭവവും അവരെ മാറ്റിയിരുന്നു. ഒരു യാത്ര അവസാനിക്കുമ്പോൾ മറ്റൊരു യാത്ര ആരംഭിക്കുന്നു. അവരുടെ കഥ ഇനിയും തുടരുകയാണ്. ലോകത്തിൻ്റെ കണ്ണിൽ അവർ ചെറുതായിരുന്നു. പക്ഷേ അവരുടെ ധൈര്യം അതൊരു പർവ്വതത്തേക്കാൾ വലുതായിരുന്നു. ഓരോ പ്രഭാതവും പുതിയ അവസരമാണ്. അവരുടെ ചെറിയ പാദങ്ങൾ ഒരു വലിയ കഥ എഴുതുകയായിരുന്നു. ഈ ലോകം എത്ര വലുതായാലും ധൈര്യമുള്ളവർക്ക് അതിൽ സ്വന്തം വഴി കണ്ടെത്താൻ കഴിയും. അവരുടെ കഥ ഒരു രക്ഷപ്പെടലിൻ്റെ കഥ മാത്രമല്ല, അത് ധൈര്യത്തിൻ്റെ കഥയാണ്, ഒരുമയുടെ കഥയാണ്. വലുപ്പം ഒരിക്കലും ഒരു ജീവിയുടെ കഴിവ് തീരുമാനിക്കില്ല. കാരണം ഇത് 5 ചെറിയ മനുഷ്യരുടെ കഥയാണ്. പക്ഷേ അവരുടെ ധൈര്യം അതൊരു വലിയ ലോകത്തിൻ്റെ കഥയായി മാറി.